മെഷീൻ ടൂൾസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെഷീൻ ടൂൾസിൻ്റെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്ന ആ ടോപ്പിക്ക് ഫസ്റ്റ് മൊഡ്യൂളിലെ ടോപ്പിക്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പഠിക്കുന്ന കുട്ടികൾക്കുള്ള അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കുള്ള ഒരു സബ്ജക്റ്റാണ് മെഷീൻ ടൂൾസ്. തേർഡ് സെമസ്റ്ററിലാണ് ഈ സബ്ജക്റ്റ് വരുന്നത്. ഇതിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ടോപ്പിക്സ് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിലബസ് പോയിൻ്റ് ഓഫ് വ്യൂ വരുന്നുണ്ടായിരിക്കുക. നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന ഭാഗം നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ലെയ്ത്തിനെ കുറിച്ചായിരുന്നു നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ടോപ്പിക്കാണ് ലെയ്ത്ത്. അപ്പോൾ നമ്മൾ ഈ ലെയ്ത്തിനെ കുറിച്ച് ഏകദേശം കുറച്ച് ഐഡിയ ആ ഫസ്റ്റ് ക്ലാസ്സിലൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ പേരുകളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഓരോ പ്രധാനപ്പെട്ട പാർട്സിൻ്റെ പേരുകളൊക്കെ നമുക്ക് ഏകദേശം ഓർമ്മ ഉണ്ടായിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. അതായത് ലെഫ്റ്റ് ഹാൻഡിൽ വരുന്ന ഈ ഭാഗം ഹെഡ് സ്റ്റോക്കാണ്, റൈറ്റ് ഹാൻഡിൽ വരുന്ന ഭാഗം ടെയിൽ സ്റ്റോക്കാണ്. ഹെഡ് സ്റ്റോക്കും ടെയിൽ സ്റ്റോക്കും. പിന്നെ സെൻറ്ററിൽ അല്ലെങ്കിൽ ഈ ടെയിൽ സ്റ്റോക്കിൻ്റെയും ഹെഡ് സ്റ്റോക്കിൻ്റെയും ഇടയ്ക്ക് വരുന്ന നമ്മൾ ടൂളിനൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഏരിയയാണ് കാരേജ് എന്ന് വിളിക്കും. അവിടെ കാരേജ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. കാരേജാണ്. ആ കാരേജിൻ്റെ മേലെ തന്നെ ടൂൾ പോസ്റ്റ് വരുന്നുണ്ട്, ക്രോസ് സ്ലൈഡ് വരുന്നുണ്ട്, കോമ്പൗണ്ട് റെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ കാരേജും അതുപോലെ ടെയിൽ സ്റ്റോക്കൊക്കെ മൂവ് ചെയ്യുന്നത് ലെയ്ത്ത് ബെഡിലൂടെയാണ്. അവിടെ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും ലെയ്ത്ത് ബെഡ്. ശരിക്കും ആരോ മാർക്ക് മേലോട്ടാണ് കാണിക്കേണ്ടത്. ലെയ്ത്ത് ബെഡ് ഇവിടെയാണ് വരുന്നുണ്ടായിരിക്കും. ഇവിടെയാണ് ലെയ്ത്ത് ബെഡ് വരിക. ശേഷം നമുക്ക് നമ്മുടെ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുന്ന ഭാഗം ചക്കിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ആ ഒരു ലെയ്ത്തിൻ്റെ ഫൗണ്ടേഷനിലേക്ക് വരുന്ന ലെഗാണ് ഇവിടെ കാണുന്നുണ്ടായിരിക്കുക. ശേഷം ഇവിടെ കാണുന്ന ഒരു ട്രേ പോലത്തെ ഒരു ഭാഗമാണ് നമ്മുടെ മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്ന സമയത്ത് ചിപ്സൊക്കെ താഴേക്ക് വീഴുമ്പോൾ അത് ഈ ഏരിയയിലേക്കായിരിക്കും വീഴുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. നമ്മൾ ലെയ്ത്തിനെ കുറിച്ച് ഏകദേശം അതിൻ്റെ ആനിമേഷനും അതിൻ്റെ യഥാർത്ഥ വ്യൂ കണ്ട് നമ്മൾ വീഡിയോസൊക്കെ കണ്ട് നമ്മൾ ഏകദേശം ഒരു ഐഡിയ നമുക്കിപ്പോൾ ഏകദേശം കിട്ടിയിട്ടുണ്ടായിരിക്കും. അതുപോലെ പാർട്സിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കാം. ഇനി നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ നമുക്ക് ലെയ്ത്ത് ഇതേപോലെ വരയ്ക്കാനുണ്ടാകാറുണ്ട്. ലെയ്ത്തിനെ കുറിച്ച് നമുക്ക് വരയ്ക്കാനുണ്ടാകാറുണ്ട്. അപ്പോൾ അതിൽ നമ്മളൊരു ഒന്ന് രണ്ട് ചെറിയല്ല പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തന്നെയാണ്. അതിൽ വരുന്ന ഭാഗങ്ങൾ തന്നെയാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ലീഡ് സ്ക്രൂവും വരുന്നുണ്ട്, അതുപോലെ ഫീഡ് റോഡും വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ വീഡിയോ കണ്ടപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ത്രെഡ് കട്ടിങ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു വർക്ക് പീസിൻ്റെ മേലെ സിലിണ്ടറിക്കൽ ഷേപ്പുള്ള വർക്ക് പീസിൻ്റെ മേലെ ത്രെഡ് കട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ത്രെഡ് കട്ടിങ് സാധാരണ ഒരു ഓട്ടോമാറ്റിക് മോഷനാണ് സാധാരണ കൊടുക്കാറുള്ളത്. അതിനുള്ള ഒരു മെക്കാനിസം നമ്മുടെ ലെയ്ത്തിലുണ്ട്. അപ്പോൾ ആ ഒരു ഓട്ടോമാറ്റിക് ഫീഡ് അല്ലെങ്കിൽ ആ ഒരു കാരേജ്, നമ്മൾ ഈ കാരേജ് ഇങ്ങനെ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് ഈ ഡയറക്ഷനിലേക്ക് ഓട്ടോമാറ്റിക് എന്നുള്ള രീതിയിലാണ് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതിനെ ആ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം എൻഗേജ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ ഒരു ലീഡ് സ്ക്രൂവും അതുപോലെ തന്നെ ഫീഡ് റോഡും. ഇപ്പോൾ ലീഡ് സ്ക്രൂ എന്ന് പറയുമ്പോൾ ഒരു നീളത്തിലുള്ള ഒരു ഷാഫ്റ്റാണ്. അതിൻ്റെ മേലെ നമ്മുടെ ത്രെഡ് കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു സ്ക്രൂ അല്ലെങ്കിൽ ഒരു ബോൾട്ടിൻ്റെ ഷാങ്ക് പോലത്തെ ഭാഗമാണ് നമ്മുടെ ഈ ഒരു ലീഡ് സ്ക്രൂ എന്ന് പറയുന്നത്. അപ്പോൾ ലീഡ് സ്ക്രൂവിൻ്റെ മേലെ കൂടെ ആയിരിക്കും ഈ ഒരു കാരേജ് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന പിച്ചിനനുസരിച്ചൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കുക. നമ്മൾ എത്രത്തോളം പിച്ചിലാണ് ആ ഒരു ത്രെഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടത് അതനുസരിച്ചൊക്കെ ആയിരിക്കും നമ്മളവിടെ ആ ഒരു ലീഡ് സ്ക്രൂവിൻ്റെ മേലെ കൂടെ ഈ ഒരു കാരേജ് റൺ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ രണ്ട് കാര്യം കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ലീഡ് സ്ക്രൂവും അതുപോലെ തന്നെ ഫീഡ് റോഡും. അപ്പോൾ നമ്മൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമ്മുടെ ലെയ്ത്തിൽ വരുന്ന അത്യാവശ്യം എല്ലാ ഭാഗത്തിനെ കുറിച്ച് നമ്മൾ ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഇതൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് വരയ്ക്കാൻ കഴിയണം അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം എല്ലാ പാർട്സുകളും അതിലുണ്ടായാൽ മതി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഞാനൊരു ഐഡിയക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് വരയ്ക്കുന്ന സമയത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, താഴെ നമുക്ക് പറഞ്ഞ പോലെ ലെഗ് ഉണ്ട്, ലെയ്ത്തിൻ്റെ ലെഗ് എന്ന് പറയുമ്പോൾ താഴെ രണ്ട് കാല് പോലെ ആ ലെയ്ത്ത് മെഷീൻ്റെ രണ്ട് സപ്പോർട്ടാണല്ലേ, അല്ലെങ്കിൽ നമുക്ക് ലെയ്ത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഭാഗമാണ് ലെഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഭാഗം വരച്ചാൽ ലെയ്ത്ത് ലെഗായി. വേണമെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ഉറപ്പിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഡിസൈൻ കൂടി കൊടുക്കാവുന്നതാണ്. നമുക്ക് ആ ഫിഗർ ഒന്നും കൂടി നീറ്റാക്കാനായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി കൺവിൻസിങ് ആക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ലെഗ് പോലെ ഇങ്ങനെ കാണിക്കാവുന്നതാണ്. ശേഷം ഇവിടെ ഒരു ട്രേ വരുന്നുണ്ട് അല്ലേ? ട്രേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചിപ്പൊക്കെ വന്നു വരുന്നത് ഈ ട്രേയിലേക്കായിരിക്കും ചിപ്പൊക്കെ വന്നു വരുന്നുണ്ടായിരിക്കും. ഞാൻ കുറച്ചൊന്ന് റഫായിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ജസ്റ്റ് വരയ്ക്കാനൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ജസ്റ്റ് വരച്ച് കാണിക്കുന്നത് അപ്പോൾ അത്രത്തോളം ഒരു
ആക്യുറേറ്റ് ആയിട്ട് പ്രൊപ്പോർഷനായിട്ട് കാര്യങ്ങൾ വന്നോളണമെന്നില്ല. അപ്പോൾ ജസ്റ്റ് നമ്മുടെ മെമ്മറിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ട്രേ വരച്ചു. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ ആ ലെയ്ത്തിൻ്റെ ഈ ഒരു സെക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഹെഡ് സ്റ്റോക്ക് വരുന്നൊരു സെക്ഷനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലെഫ്റ്റ് എൻഡിൽ ഹെഡ് സ്റ്റോക്ക് വരുന്നുണ്ട്. ഈ ഹെഡ് സ്റ്റോക്കിൻ്റെ മേലെ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കുറേ ഗിയേഴ്സൊക്കെ ഉണ്ടായിരിക്കും. അത് നമ്മൾ പുറത്തൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതിൻ്റെ അകത്ത് കൂടെ ഒരു സ്പിൻഡിലുണ്ടായിരിക്കും. ആ സ്പിൻഡിലിൻ്റെ എൻഡിലായിരിക്കും നമ്മൾ ചക്ക്, നമ്മുടെ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുന്ന ചക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാൻ ഇപ്പോൾ വരച്ചത് ചക്കാണ് കേട്ടോ. ഈ ഒരു വയലറ്റ് കളറിൽ വരച്ച ചക്കാണ്. അതേപോലെ നമ്മൾ ലെയ്ത്ത് ബെഡ് വേണമെങ്കിൽ വരയ്ക്കാം. ലെയ്ത്ത് ബെഡ് ഇങ്ങനെ നീളത്തിൽ വരയ്ക്കാം. ഓക്കെ, ഇവിടെയൊക്കെ ഒരു ജസ്റ്റ് ഇങ്ങനെ ഒരു ഐഡിയയ്ക്ക് വേണ്ടി പറയുന്നതാണ്. ലെയ്ത്ത് ബെഡ് അത്രത്തോളം ഹൈറ്റിൽ ഉണ്ടായിരിക്കില്ല, ചക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഹൈറ്റിലൊക്കെ നമുക്ക് വരയ്ക്കാം. ഓക്കെ, ശേഷം നമ്മുടെ ആ ഒരു ടെയിൽ സ്റ്റോക്ക് എന്ന് പറയുന്ന ഭാഗമാണ് വരുന്നത്. അതിൻ്റെ ഷേപ്പ് ഏകദേശം ഒരു ഡെഡ് സെൻറ്റർ ഉണ്ടായിരിക്കും. ഇങ്ങനൊരു ഷേപ്പിലേക്കാണ് സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളത്. ഇതിൻ്റെ എൻഡിലായിട്ട് ഒരു ഹാൻഡ് വീലും ഉണ്ടായിരിക്കും. ഓക്കെ, അതിൻ്റെ മേലെ ഒരു ലിവറുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ഇവിടെയും ഒരു ലിവർ അല്ലെങ്കിൽ നെട്ടോ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ കാരേജാണ് വരുന്നത് സെൻട്രലായിട്ട്. ഓക്കെ, നമ്മുടെ കാരേജിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഇവിടെ ഇങ്ങനെ ഉണ്ടായിരിക്കും. ഇത് കാരേജാണ്. ഓക്കെ, പിന്നെ കാരേജിൻ്റെ മേലെ നമുക്കറിയാം ഒരു ക്രോസ് ലൈഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. കളർ മാറ്റി വരച്ച പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ക്രോസ് ലൈഡ് ഉണ്ടായിരിക്കും, മുന്നോട്ട് നീക്കാനുള്ള ടൂൾ പോസ്റ്റിന് മുന്നോട്ട് നീക്കാനുള്ള ഭാഗം. പിന്നെ കോമ്പൗണ്ട് റെസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ മേലെ ടൂൾ പോസ്റ്റും ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ സൈസിലൊക്കെ ചെറിയ വേരിയേഷൻ ഉണ്ട് കേട്ടോ. കറക്റ്റ് നമ്മുടെ ചക്കിൻ്റെ സെൻറ്ററിലേക്ക് ആ ഒരു ഹൈറ്റിലേക്കാണ് ശരിക്കും ടൂൾ പോസ്റ്റിൻ്റെ ഇതൊക്കെ വരേണ്ടത്. നമ്മുടെ ടൂൾ പോസ്റ്റ് ഉണ്ടായിരിക്കും. അതിൻ്റെ മേലെ വേണമെങ്കിൽ ഒരു ലിവർ പോലെ അല്ലെങ്കിൽ ഒരു ടൈറ്റ് ചെയ്യാനുള്ള ഭാഗം ഉണ്ടായിരിക്കും. ഈ എൻഡിൽ നമുക്ക് ഒരു ഹാൻഡ് വീൽ ഉണ്ടായിരിക്കും, കോമ്പൗണ്ട് റെസ്റ്റിൻ്റെ. പിന്നെ ഇവിടെ വലിയ ഹാൻഡിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കാരേജിനെ മൂവ് വയ്ക്കാനുള്ള ആ ഒരു ഹാൻഡ് വീൽ ഉണ്ടായിരിക്കും. പിന്നെയും ഉണ്ട് ഇതിനകത്ത് ചെറിയ ചെറിയ ഹാൻഡ് വീലുകൾ, അതായത് ക്രോസ് ലൈഡിനെ മൂവ് വയ്ക്കാനുള്ള ഹാൻഡ് വീൽ ഉണ്ടായിരിക്കും. ഉണ്ട്. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടി പറഞ്ഞു. നമ്മൾ വരയ്ക്കുമ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കുന്ന പോലത്തെ ഫിഗർ അതേപോലെ തന്നെ വരണമെന്നല്ല, ഏകദേശം എല്ലാ ഭാഗങ്ങളും ഉണ്ടായാൽ തന്നെ നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ എന്ത് ചെയ്യുക, അവസാനം നമ്മളതിനെ ടെയിൽ സ്റ്റോക്ക് മാർക്ക് ചെയ്യാം, കാരേജ് മാർക്ക് ചെയ്യാം, ചക്ക് മാർക്ക് ചെയ്യാം, ടൂൾ പോസ്റ്റ് മാർക്ക് ചെയ്യാം, കോമ്പൗണ്ട് റെസ്റ്റ് മാർക്ക് ചെയ്യാം, പിന്നെ ക്രോസ് ലൈഡ് മാർക്ക് ചെയ്യാം, ഹെഡ് സ്റ്റോക്ക് മാർക്ക് ചെയ്യാം. പിന്നെ ഇവിടെയൊക്കെ കുറേ ബട്ടൺസ് ഉണ്ടായിരിക്കും കേട്ടോ, സ്വിച്ചുകൾ ഇങ്ങനെ ലിവറുകളായിട്ടോ സ്വിച്ചായിട്ടൊക്കെ ബട്ടൺസ് ഉണ്ടായിരിക്കും. നമുക്ക് അതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഓണാക്കാൻ ഓഫ് ആക്കാനുള്ള സിസ്റ്റമാണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കുക. പിന്നെ ലെയ്ത്ത് ബെഡ് മാർക്ക് ചെയ്യാം, പിന്നെ ലെഗ് മാർക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട് അല്ലേ. ഹെഡ് സ്റ്റോക്ക് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. ഇത് ടെയിൽ സ്റ്റോക്ക്, ഇത് ലെയ്ത്ത് ബെഡ്, ഓക്കെ, ഇത് കാരേജ്, ഇത് ടൂൾ പോസ്റ്റ്, ഇത് കോമ്പൗണ്ട് റെസ്റ്റ്, ഇത് ചക്ക്, വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുന്ന ചക്ക്, ഇത് പിന്നെ ഹാൻഡ് വീൽ അല്ലേ, അതായത് കാരേജിൻ്റെ ഹാൻഡ് വീൽ. പിന്നെ നമ്മൾ ലാസ്റ്റ് നേരത്തെ പഠിച്ചുള്ള 2 കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ലീഡ് സ്ക്രൂ ഇങ്ങനെ അത് കൂടെ പാസ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ഇവിടെ നമ്മുടെ ഉള്ളിലേക്ക് ലീഡ് സ്ക്രൂ ഉണ്ട്. പിന്നെ ഫീഡ് റോഡൊക്കെ ഉള്ളിൽ കൂടെയാണ് പോകുന്നുണ്ടായിരിക്കും കേട്ടോ. ഞാൻ വരയ്ക്കുമ്പോൾ അങ്ങനെ വരച്ചു എന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ലീഡ് സ്ക്രൂ ആണ്, ഫീഡ് റോഡ്. അപ്പോൾ
നമ്മൾ ഏകദേശം ലെയ്ത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ രീതിയിൽ പഠിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. അത്യാവശ്യം പാർട്സിൻ്റെ പേരൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളതും കൂടെ ഒന്ന് ആ ഫിഗർ കമ്പയർ ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ലെയ്ത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കും. നമുക്കിനി ആ ലെയ്ത്തിൽ ഉപയോഗിക്കുന്ന എന്താ പറയുക, നമ്മുടെ സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂളുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ഇവിടെ നോക്കട്ടോ, ഇവിടെ കുറച്ച് ടൈപ്സ് ഓഫ് ലെയ്ത്തിൻ്റെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വീഡിയോ കാണുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വേരിയസ് ടൈപ്സ് ഓഫ് ലെയ്ത്ത്. നമുക്ക് സാധാരണ ഇതിലൊക്കെ എക്സാമിനൊക്കെ ചിലപ്പോൾ 3 മാർക്കിനൊക്കെ അല്ലെങ്കിൽ 1 മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. ഏതെങ്കിലും 2 ലെയ്ത്തിൻ്റെ പേരോ അല്ലെങ്കിൽ 3 ലെയ്ത്തിൻ്റെ പേരോ ചോദിക്കാറുണ്ട്. പറയാൻ പറ്റുന്ന ഏതൊക്കെയാണ്? എൻജിൻ ലെയ്ത്ത് ഉണ്ട്, ബെഞ്ച് ലെയ്ത്ത് ഉണ്ട്, സ്പീഡ് ലെയ്ത്ത് ഉണ്ട്, ടൂൾ റൂം ലെയ്ത്ത് ഉണ്ട്, സ്പെഷ്യൽ പർപ്പസ് ലെയ്ത്തുകളുണ്ട്, ഓട്ടോമാറ്റിക് ലെയ്ത്ത് ഉണ്ട്, ക്യാപ്സ്റ്റാൻ ലെയ്ത്ത് ഉണ്ട്, ടൊററ്റ് ലെയ്ത്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ 3 മാർക്കിന് ചോദിക്കുമ്പോൾ നമ്മളൊരു 6 എഴുതേണ്ടി വരും. കാരണം ഓരോന്നിനും 1/2 മാർക്ക് വെച്ചാലും കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈച്ച് കെരീസ് ഹാഫ് മാർക്ക് അല്ലെങ്കിൽ 1/2 മാർക്ക്. ഓക്കെ, അപ്പോൾ 3 മാർക്കിൻ്റെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ 6 എഴുതിയ 6 × 1/2 നമുക്ക് 3 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പേരുകളൊന്ന് പഠിച്ചു വെക്കണം. എന്ത് ചെയ്യുക, പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, നമുക്കിനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് നമ്മുടെ ഈ സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂളിൻ്റെ നോമെൻക്ലേച്ചർ. ഓക്കെ, നോമെൻക്ലേച്ചർ ഉദ്ദേശിക്കുന്നതിനകത്ത് വരുന്ന കുറച്ച് ആംഗിൾസും അതിൻ്റെ കുറച്ച് ഭാഗങ്ങളുടെ പേരൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സോട് കൂടി നമുക്ക് ആ ഒരു നോമെൻക്ലേച്ചറിനെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ശരിക്കും ഈ കാണുന്ന ഫിഗർ ഇതാദ്യം നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് അതിൽ ഓരോ കാര്യങ്ങളും ഓർത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂൾ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂൾ. ഇവിടെ നിങ്ങൾക്ക് കുറേ ആംഗിൾസ് കണ്ടെങ്കിൽ അതാ ബാക്ക് റേക്ക് ആംഗിൾ വരുന്നുണ്ട്, സൈഡ് റേക്ക് ആംഗിൾ വരുന്നുണ്ട്, പിന്നെ എൻഡ് കട്ടിങ് അടിച്ച ആംഗിൾ വരുന്നുണ്ട്, നോസ് റേഡിയസ് വരുന്നുണ്ട്, എൻഡ് റിലീഫ് ആംഗിൾ വരുന്നുണ്ട്, പിന്നെ സൈഡ് റിലീഫ് ആംഗിൾ വരുന്നുണ്ട്, അതേപോലെ സൈഡ് കട്ടിങ് അടിച്ച ആംഗിൾ വരുന്നുണ്ട്, ഫ്ലാങ്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓരോ ഭാഗങ്ങളും എങ്ങനെയൊക്കെയാണെന്ന് പഠിക്കാനുള്ള ഒരു ഈസി മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ശ്രദ്ധിക്കാം. ഇവിടെ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ആദ്യം ഇതിലെ കുറച്ച് ഭാഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. അതായത് ഈ സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂളിൻ്റെ ഈ ഒരു സർഫസ് കാണുന്നുണ്ടല്ലോ, ഈ ഒരു സർഫസ്. അപ്പോൾ ഏറ്റവും മേലെ നമ്മൾ ഈ ഒരു ഭാഗമായിരിക്കും മേലേക്ക് ഉണ്ടായിരിക്കും കേട്ടോ. നമ്മൾ ഇവിടെ നിന്നായിരിക്കും കട്ടിങ് ആക്ഷൻ നടക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റിയ ഭാഗം ഈ ഒരു കാണുന്ന ഇത്രയും ഈ സർഫസാണ്. നമുക്ക് വേണമെങ്കിൽ സൈഡ് കാണാൻ പറ്റും, പക്ഷേ ഇത് അടിഭാഗമാണ്, ഇത് മേൽഭാഗമാണ്. ഓക്കെ, താഴ്ഭാഗം ഇത് മേൽഭാഗമാണ്. ആ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂളിൻ്റെ മേലെ നോക്കുമ്പോൾ ഈ ഒരു എഡ്ജ് ഉണ്ടല്ലോ, ഈ ഒരു സർഫസ്. അപ്പോൾ ഈ സർഫസിനെ നമ്മൾ ഫേസ് എന്നാണ് പറയുക. ആ സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂളിൻ്റെ ഫേസാണ് നമുക്ക് ഈ സർഫസായിട്ട് കാണുന്നത്. ഇനി അതേപോലെ നമുക്ക് താഴെ അല്ലെങ്കിൽ സൈഡിൽ ഇവിടെ ഒരു സർഫസ് കാണുന്നുണ്ട്. ഇപ്പോൾ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്യുന്ന സർഫസ്, ഇതാണ് നമ്മുടെ ആ സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂളിൻ്റെ ഫ്ലാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഫ്ലാങ്ക്, ഇത് ഫേസ്. കാരണം നമുക്കത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ ഭാവിയിൽ PSC എക്സാമൊക്കെ എഴുതുമ്പോൾ സാധാരണ ഈ ഒരു ടോപ്പിക്കിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതായത് ഈ ഫേസും അതുപോലെ തന്നെ അതിൻ്റെ ബേസും തമ്മിലുള്ള ഒരു ആംഗിളിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കിനെ ഓർത്തെടുത്ത് അതിന് കറക്റ്റ് ആൻസർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഫേസും ഫ്ലാങ്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഫേസും ഫ്ലാങ്കും മനസ്സിലായി. നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഇവിടെ നോസ് റേഡിയസ് കാണിച്ചാണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു കർവ് ഷേപ്പാണ് ശരിക്കും ഉള്ളത്, റൗണ്ട് ഷേപ്പിലാണ് ശരിക്കും വരുന്നത്. ഓക്കെ, ഒരു കേവ് ഷേപ്പാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കർവിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ആ ഒരു റേഡിയസിൻ്റെ പേരാണ് നോസ് റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, നോസ് റേഡിയസ് ആണ് കേട്ടോ. ഫേസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഫ്ലാങ്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, നോസ് റേഡിയസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, 3 കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ നമ്മൾ ഓരോന്ന് വീതം പഠിക്കുമ്പോൾ നമുക്ക് ആ ഒരു എത്രത്തോളം നമ്പർ ഓഫ് പാർട്സ് പഠിക്കുന്ന ആ ഒരു എഫേർട്ട് നമുക്ക് മാക്സിമം കുറച്ച് ഇങ്ങനെ ഈസി ആയിട്ട് നമ്മളെ മനസ്സിലേക്ക് ഇൻജെക്റ്റ് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ നോക്കാനുള്ളത് ആംഗിൾസിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ഏകദേശം 1, 2, 3, 4, 5, 6 ഏകദേശം ഒരു 6 ആംഗിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 6 ആംഗിൾസിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു ഫിഗറിലേക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഫിഗർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ട ഫിഗറിൻ്റെ ഇത് ശരിക്കും പറഞ്ഞാൽ സൈഡ് എന്നുള്ള വ്യൂ ആണ്. അതായത് ഇവിടെ നോക്കുമ്പോൾ വ്യൂ ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ,
പിന്നെ മേലെ കാണുന്ന വ്യൂ ഏതാണെന്ന് പറയാൻ പറ്റുമല്ലോ, നമുക്കതിൻ്റെ പ്ലാനാണ്. അതായത് ഈ ഫിഗറിൻ്റെ ഇവിടെ നോക്കുമ്പോഴുള്ള വ്യൂ ആണ് നമുക്ക് മേലെ കാണിച്ചിരിക്കുന്നത് ഈ ഒരു വ്യൂ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഈ സർഫസിൻ്റെ വ്യൂ ആണ് നമുക്ക് ഈ സൈഡ് വ്യൂ ആയിട്ട് അല്ലെങ്കിൽ എൻഡ് വ്യൂ ആയിട്ട് നമുക്കിവിടെ കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ? അതുപോലെ നമ്മളൊരു കാര്യം കൂടി പറയാൻ പറ്റും. നമ്മൾ നേരത്തെ ഇവിടെ ഫേസും ഫ്ലാങ്കും പറഞ്ഞു. ഇതേപോലെ നമ്മുടെ ഇതിൻ്റെ ഈ താഴത്തെ സർഫസ് ഉണ്ടല്ലോ, താഴെയുള്ള സർഫസ്. ഓക്കെ, താഴെ സർഫസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂളിൻ്റെ ഈ അടിഭാഗം വരുന്ന നമുക്ക് ഇപ്പോൾ കാണാത്ത താഴത്തെ ഭാഗം ഉണ്ടല്ലോ സർഫസ്, അപ്പോൾ ശരിക്കും ബേസാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഓർത്ത് വെക്കുക, അത് സിംഗിൾ പോയിൻറ്റ് കട്ടിംഗ് ടൂളിൻ്റെ ബേസാണ്. ഫേസും മനസ്സിലാക്കണം, ഫ്ലാങ്കും മനസ്സിലാക്കണം, ബേസും മനസ്സിലാക്കണം, നോസ് റേഡിയസ് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഫേസ്, ബേസ്, ഫ്ലാങ്ക്. ഓക്കെ, മൂന്നും മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇവിടേക്ക് നോക്കാം. നമ്മുടെ ഈ ഒരു ഫിഗറിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഫേസാണ് നമുക്കിവിടെ കാണുന്നത്. കണ്ടോ, ഫേസ്. അതായത് ആ മേലെ കാണുന്ന ഈ സർഫസ് എന്താണ്? അത് ഫേസാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഫേസ്. ഈ പറഞ്ഞ പോലെ ബേസ് കാണുന്നുണ്ടായിരിക്കും നമ്മുടെ താഴത്തെ സർഫസ് അല്ലേ. ആ ഒരു സിംഗിൾ പോയിൻ്റ് കട്ടിൻ്റെ താഴത്തെ സർഫസാണ് അവിടെ ബേസ് എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മൾ ഫ്ലാങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഫ്ലാങ്ക് എവിടെ ശരിക്കും വരുന്നത്? ഫ്ലാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗമാണ്. അതായത് ഈ സർഫസാണ് ശരിക്കും ഫ്ലാങ്ക്. അപ്പോൾ നമുക്ക് ശരിക്കും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും വരുന്ന ഈ സർഫസാണ് ശരിക്കും ഫ്ലാങ്ക് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഫിഗറിൽ പ്രത്യേകിച്ച് എവിടെയും കാണിച്ചതായിട്ട് കാണുന്നില്ല. ഓക്കെ, അതുപോലെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. നമ്മുടെ സിംഗിൾ പോയിൻ്റ് കട്ടിങ്ങിൻ്റെ ഈ ബാക്കി വരുന്ന ഭാഗമുണ്ട്, ഇതൊന്നും കട്ടിങ് ആക്ഷൻ നടക്കുന്ന ഭാഗമല്ല. ഇത് നമ്മൾ ശരിക്കും ആ ഒരു ടൂൾ പോസ്റ്റിൻ്റെ അകത്ത് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ഏരിയയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ അത് ഷാങ്കാണ് കേട്ടോ. അതിൻ്റെ പേര് ഷാങ്ക്, SHANK. ഓക്കെ, ഷാങ്കാണ്, SHANK. ഷാങ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങോട്ട് വരുന്ന ഈ ഒരു പോർഷനാണ് ഷാങ്ക്. നമ്മൾ ഈ ഷാങ്ക് ആയിരിക്കും എന്ത് ചെയ്യുക, ടൂൾ ഹോൾഡ് ചെയ്യുന്ന ഭാഗത്ത് ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ പേര് ഷാങ്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 കാര്യങ്ങൾ പറഞ്ഞു. ഫേസ് പറഞ്ഞു, പിന്നെ ഫ്ലാങ്ക് പറഞ്ഞു, അടിയിൽ ബേസ് പറഞ്ഞു, പിന്നെ ഇത് മൊത്തത്തിൽ നമുക്ക് അത് ഷാങ്കാണ് അതും പറഞ്ഞു, നോസ് റേഡിയസും പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വിചാരിക്കുന്നു. അത് നമുക്ക് ഈ ഫിഗറിലും കൂടി മനസ്സിലാക്കണം എവിടെയാണെന്നുള്ളത്. എല്ലാവരും ഫേസ് കണ്ടിട്ടുണ്ടായിരിക്കും, ഇവിടെ ബേസ് കാണുന്നുണ്ടായിരിക്കും. പറഞ്ഞ പോലെ ഷാങ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഭാഗമാണ് ഷാങ്ക്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഭാഗമാണ് ഷാങ്ക്. ഇവിടെയൊക്കെ ഷാങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഷാങ്കും മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ മാർക്ക് ചെയ്തുള്ള ഫേസും ഷാങ്കും ബേസും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് നോസ് കാണിച്ചാണ്ടോ. നോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച നോസ് റേഡിയസ് ഉണ്ടല്ലേ, അത് ഈ ഒരു ഒരു എഡ്ജിൽ വരുന്ന ഈ റൗണ്ട് ഷേപ്പ് ഉണ്ട്, അത് നോസാണ്. നമുക്കതിനെ അവിടെയുള്ള റേഡിയസിനെ നോസ് റേഡിയസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഓരോ ആംഗിൾസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, നിങ്ങൾ ഈ ഫിഗറിലേക്ക് നോക്കുക. ആദ്യം നമുക്ക് ബാക്ക് റേക്ക് ആംഗിൾ നോക്കാം. ഓക്കെ, എന്താണ് ബാക്ക് റേക്ക് ആംഗിൾ? ഇപ്പോൾ ബാക്ക് റേക്ക് ആംഗിൾ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുക, ആരോ മാർക്ക് പോകുന്ന നോക്കുക, ഇവിടേക്കാണ് കാണിച്ചുള്ളത്. അതായത് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒരു പോയിൻ്റിൽ നിന്ന്, ഓക്കെ, ഈ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിൻ്റ് ആ പോയിൻ്റ് നമ്മളിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ താഴെ ഈ സർഫസ് ഏതാണ്? ബേസാണ്. അതൊരു പാരലൽ സർഫസാണ്, ബേസ് ഫ്ലാറ്റായിട്ടുള്ള സർഫസാണ്. അപ്പോൾ ആ ബേസിന് പാരലായിട്ട് കൊണ്ട് തന്നെ ഒരു ലൈന് നമ്മൾ നേരെ വരയ്ക്കുകയാണെങ്കിൽ, ഓക്കെ, ഇവിടെ നോക്കി പറയാം. അതായത് നമുക്ക് ആ ഒരു സൈഡ് വ്യൂ ഇവിടെ നിന്ന് കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇത് നമ്മുടെ സൈഡ് വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഈ ബേസ്, ഇത് നമ്മുടെ ബേസാണുള്ള ബേസിന് പാരലൈനാണത്. അപ്പോൾ ഈ ലൈനും നോക്കുക, ഇവിടെ വരച്ചുള്ള ഈ ലൈനും നോക്കുക. ഓക്കെ, ഈ ലൈന് കാണുന്നുണ്ടല്ലോ ഇവിടെ വരച്ചുള്ള. അപ്പോൾ ഇതും ആ ലൈനും ഈ ലൈനും തമ്മിൽ എന്താണ്? അത് ശരിക്കും പാരലാണ്. അതായത് ബേസിന് പാരലാണ് ആ ലൈന് വരുന്നത്. ആ ബേസിന് പാരലായിട്ട് വരുന്ന ലൈനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫേസിൻ്റെ ഭാഗത്ത് താഴെ ചെരിവ് വരുന്നത് കാണുന്നുണ്ടല്ലോ, അങ്ങോട്ട് ഇത്രയും ചെരിവ് വരുന്നുണ്ട് അല്ലേ. ആ ഇൻക്ലിനേഷനും തമ്മിലുള്ള ഈ ആംഗിളിനെയാണ് നമ്മൾ ബാക്ക് റേക്ക് ആംഗിൾ എന്ന് പറയുന്നത്. അതായത് ഈ ടൂളിൻ്റെ അല്ലേ, ശരിക്കും ടൂളിൻ്റെ ഇത് മുൻവശം, ഇത് ബാക്ക് വശമാണല്ലോ അല്ലേ. ഇവിടെയാണ് ടൂളിൻ്റെ കട്ടിങ് എഡ്ജൊക്കെ വരിക, ഇത് ടൂളിൻ്റെ ബാക്ക് വശമാണ്. അപ്പോൾ അത് ബാക്കോട്ട് കൊടുക്കുന്ന ആ ചെരിവ്, ഓക്കെ, ഇത്തിരി കൂടി വലുതാക്കി കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ചെരിവ് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചെരിവില്ല അല്ലേ. എന്നിട്ട് ഇങ്ങനെയാണ്
നമ്മുടെ ടൂള് വരുന്നത്. ഓക്കെ, അപ്പോൾ ടൂളിൻ്റെ നമ്മുടെ ഈ ബേസിന് പാരലായിട്ട് വരുന്ന ഈ ലൈനും നമ്മുടെ ടൂളിൻ്റെ ഫേസിൻ്റെ ഈ ആംഗിളും തമ്മിലുള്ള ഈ ചെരിവും തമ്മിലുള്ള ആംഗിളാണ് ബാക്ക് റൈറ്റ് ആംഗിൾ. അത് നിങ്ങൾക്ക് എന്താ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഈ ഫിഗറിലേക്ക് തന്നെ നോക്കാം. ഇവിടെ നോക്കുക, കണ്ടോ ബാക്ക് ആംഗിൾ കാണിച്ചത് ഈ നമ്മുടെ ബേസിന് പാരലായിട്ടുള്ള ആ ലൈനും അതുപോലെ തന്നെ നമ്മുടെ ഈ ചെരിവും തമ്മിലുള്ള ആംഗിളാണ് ബാക്ക് റൈറ്റ് ആംഗിൾ. പിന്നെ ബാക്ക് റൈറ്റ് ആംഗിൾ പോലെ തന്നെ ഈ ഫേസിൻ്റെ ചെരിവ് ഈ സൈഡിലേക്കും വരുന്നുണ്ട് അല്ലേ, അങ്ങോട്ടും ചെരിവ് വരുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് സൈഡ് റൈറ്റ് ആംഗിൾ എന്ന് വിളിക്കാം. മനസ്സിലായിട്ടില്ലെങ്കിൽ ഇവിടെയൊക്കെ നോക്കട്ടോ, നമുക്ക് ഈ വ്യൂ വെച്ച് പറയാൻ പറ്റും. അതായത് നമുക്ക് ഇവിടുന്ന് കാണുന്ന വ്യൂ ആണ് അതിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക, കണ്ടോ അവിടെ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെയാണ് വരച്ചുള്ളത്. കണ്ടോ ഈ ചെരിവാണ് ഞാൻ ഇവിടെ ഈ ചെരിവായിട്ട് കാണിച്ചുള്ളത്. ഓക്കെ, അപ്പോൾ ആ ചെരിവുണ്ടല്ലോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ചെരിവും നമ്മുടെ ബേസിന് പാരലായിട്ട് നിൽക്കുന്ന ഈ ലൈനും തമ്മിലുള്ള ഈ ആംഗിളാണ് നമ്മുടെ സൈഡ് റൈറ്റ് ആംഗിൾ. ഈ ആംഗിളാണ് നമ്മുടെ സൈഡ് റൈറ്റ് ആംഗിൾ. ഓക്കെ, അപ്പോൾ ശരിക്കും ബാക്ക് റൈറ്റ് ആംഗിളും സൈഡ് റൈറ്റ് ആംഗിളും എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് ശരിക്കും നമുക്ക് അറിയാൻ പറ്റും. വേർഡ്സിൽ വേണം പറയാം. അതായത് ബേസിന് പാരലായിട്ടുള്ള ലൈനും ബാക്കോട്ട് വരുന്ന ഫേസിൻ്റെ ഇൻക്ലിനേഷനും തമ്മിലുള്ള ആംഗിളാണ് ബാക്ക് റൈറ്റ് ആംഗിൾ. അതേപോലെ തന്നെ ബേസിന് പാരലായിട്ടുള്ള ഈ ലൈനും ഫേസിൻ്റെ ഈ സൈഡിലേക്കുള്ള ഇൻക്ലിനേഷനും തമ്മിലുള്ള ഈ ആംഗിളാണ് സൈഡ് റൈറ്റ് ആംഗിൾ. ഓക്കെ, അപ്പോൾ ബാക്ക് റൈറ്റ് ആംഗിൾ എന്താണ്, അതുപോലെ തന്നെ സൈഡ് റൈറ്റ് ആംഗിൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ. അതായത് ബേസും ഫേസും തമ്മിലുള്ള ബാക്കോട്ടും സൈഡിലോട്ടും തമ്മിലുള്ള ആംഗിൾസാണ്. ബാക്കോട്ടാകുമ്പോൾ അത് ബാക്ക് റൈറ്റ് ആംഗിളായി, സൈഡിലോട്ടാകുമ്പോൾ എന്തായിരിക്കും അത് സൈഡ് റൈറ്റ് ആംഗിളായി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ആംഗിളിനെ കുറിച്ച് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ ബാക്ക് റൈറ്റ് ആംഗിൾ മനസ്സിലാക്കി, സൈഡ് റൈറ്റ് ആംഗിൾ മനസ്സിലാക്കി. ഓക്കെ, ഇവിടെ നോക്കട്ടോ സൈഡ് ആംഗിൾ കാണിച്ചത് കണ്ടോ, ഈ ചെരിവ് കണ്ടില്ലേ, ഈ ലൈനൊക്കെ കറക്റ്റ് തന്നെയാണ്. ഈ ലൈനും നമ്മുടെ ബേസ് ലൈനൊക്കെ പാരലൽ തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ ലൈനും നമ്മുടെ ഈ ഫേസിൻ്റെ ചെരിവും തമ്മിലുള്ള ഈ ആംഗിളാണ് സൈഡ് റൈറ്റ് ആംഗിൾ. ഓക്കെ, അപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി നമുക്കിവിടെ നോക്കാം, അടുത്ത് വേണമെങ്കിൽ എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ നോക്കാം. നിങ്ങൾക്ക് ഇനി പറയാൻ പറ്റണം എങ്ങനെയാണ് എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ ഉണ്ടായത് അല്ലേ. ഉണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെരിവ് വരുന്നുണ്ട്, ആ ലൈൻ അങ്ങോട്ടാണ് പോകുന്നത്. ഇനി ഈ പോയിൻ്റ് നമ്മൾ പെർപെൻഡിക്കുലറായിട്ട് ലൈൻ വരച്ചാൽ ആ ലൈനും ഈ ചെരിവും തമ്മിലുള്ള ആംഗിളാണ് നമ്മുടെ എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ. ഓക്കെ, എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ എന്ന് പറയുന്നത് ആ ഒരു ചെരിവാണ്. അതേപോലെ ഇവിടെ സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിളുണ്ട്. എങ്ങനെ ഉണ്ടായത് നോക്കട്ടോ. സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ ഇവിടെ കാണുന്നുണ്ടോ. അതായത് നമ്മുടെ ഈ ഒരു ഫ്ലാങ്ക് അല്ലെ, ഈ പറയുന്ന ഈ സർഫസ് ഫ്ലാങ്കാണ് അല്ലെ, നമ്മുടെ ഈ സർഫസ് ഫ്ലാങ്കാണ്. അപ്പോൾ ഫ്ലാങ്കിന് എങ്ങോട്ട് ചെരിവുണ്ട് കണ്ടോ, അകത്തേക്കൊരു ചെരിവുണ്ട് അല്ലെ, ഉള്ളിലേക്ക് ചെരിവുണ്ട്. ആ ചെരിവും നമ്മുടെ ഈ ബേസിന് ശരിക്കും പാരലായിട്ട് വരയ്ക്കുന്ന ലൈനും തമ്മിലുള്ള ഈ ആംഗിളാണ് ശരിക്കും എന്ത്, നമ്മുടെ സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പുതുതായിട്ട് എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിളും പറഞ്ഞു, സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിളും പറഞ്ഞു. ഇനിയും മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഈ ഫിഗറിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. നമ്മളതിൻ്റെ ടോപ്പ് വ്യൂ, അതായത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നോസിൻ്റെ അവിടുന്ന് എന്ത് ചെയ്യാണ്, നോസിൻ്റെ അവിടുന്ന് ഇതേപോലെ നമ്മുടെ ഈ ഒരു ബേസിന് പെർപെൻഡിക്കുലറായിട്ട് ലൈൻ വരയ്ക്കുകയാണ്. അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ലൈൻ ഉണ്ടെങ്കിൽ ഈ പെർപെൻഡിക്കുലർ ലൈനും നമ്മുടെ ആ ഒരു ഫേസിൻ്റെ സൈഡ് ഫ്രണ്ടിൽ വരുന്ന ആ ഫേസിൻ്റെ ആ ഒരു ഫേസിൻ്റെ ആംഗിളും തമ്മിലുള്ള, ഫേസിൻ്റെ ചെരിവും തമ്മിലുള്ള ഈ ഒരു ആംഗിളാണ് നമ്മുടെ എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ ഇവിടെ കാണുന്നുണ്ടായിരിക്കും. സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ ഇവിടെ ഇപ്പോൾ ശരിക്കും ബാക്കിലാണ് കാണിച്ചുള്ളത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ബേസിന് പാരലായിട്ട് വരുന്ന ഈ ഒരു ലൈനും നമ്മുടെ ഈ ഫ്ലാങ്കിൻ്റെ ഈ ഒരു ആംഗിളുണ്ട് അല്ലേ, ഫ്ലാങ്കിൻ്റെ ഈ ആംഗിൾ ഉണ്ട്, ഈ ചെരിവുണ്ട്, ഈ ചെരിവുണ്ട്. ഈ ചെരിവും തമ്മിലുള്ള വേണമെങ്കിൽ നമുക്ക് ഈ ആംഗിൾ എന്ന് പറയാം ഇല്ലേ, ഈ ആംഗിളാണ് സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ. അല്ലെങ്കിൽ എന്തായിരിക്കും, ഇതേപോലെ
ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ രണ്ടും സെയിമാണ് അല്ലേ. ഒരു ലൈനിൻ്റെ ലൈൻ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ലൈനുണ്ട്, ഇങ്ങനെ ഒരു ലൈനുണ്ട്. ഓക്കെ, ഇങ്ങനൊരു ലൈനുണ്ട്, ഇങ്ങനൊരു ലൈനുണ്ട്. ഓക്കെ, ഇങ്ങനൊരു ലൈനുണ്ട്. നമ്മൾ ആംഗിൾ നോക്കുകയാണെങ്കിൽ ഈ ആംഗിളും എന്തായിരിക്കും, ഈക്വലാണ് അല്ലേ. അത് തന്നെയാണ് ഇവിടെയും കാണിച്ചുള്ളത് അല്ലേ. ഇവിടെയും കാണിച്ചുള്ളത് എന്താണ് അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഈ ഫിഗർ നോക്കി പറഞ്ഞപ്പോൾ എങ്ങനെ പറഞ്ഞത്, ഈ ചെരിവ് അല്ലേ, ഈ ചെരിവും ഈ ലൈനും തമ്മിലുള്ള ഈ ആംഗിൾ എന്നാണ് ഈ ഫിഗറിൽ കാണിച്ചുള്ളത്. പക്ഷേ നമ്മുടെ മറ്റേ ഫിഗറിൽ എങ്ങനെ കാണിച്ചുള്ളത്, ഈ ലൈൻ ഇങ്ങനെ നേരെ പോകുമ്പോൾ ഇങ്ങോട്ടാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഈ ലൈന് ഇങ്ങനെയും പോകുന്നുണ്ട്. അപ്പോൾ ഈ ആംഗിളാണ് നമ്മുടെ മറ്റേ ഫിഗറിൽ കാണിച്ചുള്ളത്, സൈഡ് കട്ടിങ് അടിച്ച ആംഗിൾ. രണ്ടും സെയിം തന്നെയാണ് അല്ലേ. നിങ്ങൾക്കിപ്പോൾ എന്താണ് സൈഡ് കട്ടിങ് അടിച്ച ആംഗിളെന്നും എന്താണ് എൻഡ് കട്ടിങ് അടിച്ച ആംഗിളെന്നും മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മൊത്തം 4 ആംഗിൾസ് പഠിച്ചു അല്ലേ. 4 ആംഗിൾസ് ഏതൊക്കെയാണ്, ഒന്ന് ബാക്ക് റേക്ക് ആംഗിൾ അല്ലേ, ബാക്ക് റേക്ക് ആംഗിൾ, പിന്നെ സൈഡ് റേക്ക് ആംഗിൾ, എൻഡ് കട്ടിങ് അടിച്ച ആംഗിൾ, സൈഡ് കട്ടിങ് അടിച്ച ആംഗിൾ. മൊത്തം നമ്മൾ 4 ആംഗിൾസിനെ കുറിച്ച് മനസ്സിലാക്കി. ഓക്കെ, ഇനി ഇവിടെ അടുത്ത് വരുന്ന നമ്മുടെ സൈഡ് റിലീഫ് ആംഗിൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം എന്താണ് സൈഡ് റിലീഫ് ആംഗിൾ. നമുക്കത് ഈ ഫിഗർ വെച്ചൊന്ന് ശ്രദ്ധിക്കാം. ഇവിടെ കാണുന്നതായിരിക്കും സൈഡ് റിലീഫ് ആംഗിൾ. അപ്പോൾ ആ ലൈൻസ് നോക്കാം. നമ്മുടെ ഈ ഒരു ഷാങ്കിൻ്റെ ഈ ഒരു ഫേസ് ഉണ്ടല്ലോ, ഈ ഒരു ഫേസ്, ആ ഫേസിൻ്റെ പാരലൽ ലൈനും അല്ലെങ്കിൽ ആ ഫേസിനോട് ചേർന്നുള്ള ലൈനും നമ്മുടെ ഈ ഫ്ലാങ്കിനൊരു ചെരിവ്, ഇങ്ങോട്ടൊരു ചെരിവുണ്ട് ശരിക്കും, അല്ലെങ്കിൽ നമുക്ക് മറ്റേ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ആ ചെരിവും തമ്മിലുള്ള ഇവിടെ കാണുന്ന ഈ ഒരു ആംഗിളാണ് സൈഡ് റിലീഫ് ആംഗിൾ. ഓക്കെ, നമുക്ക് ശരിക്കും ഇവിടുന്ന് ടോപ്പ് വ്യൂ നോക്കി കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്നുള്ള ഈ ഒരു സൈഡ് വ്യൂ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ, ഈ സൈഡ് വീല് എൻഡ് വീല് കാണുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ സൈഡ് വീല് കാണുന്നുണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞ ഈ ഒരു ഫ്ലാങ്കിൻ്റെ ആ ഒരു ഫേസും നമ്മുടെ ബേസിന് പെർപെൻഡിക്കുലറായിട്ട് വരുന്ന ഈ ലൈനും തമ്മിലുള്ള ഈ ആംഗിളാണ് നമ്മുടെ സൈഡ് റിലീഫ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ആ ഒരു അല്ലേ, ഇങ്ങനെ ഷേപ്പാണ് ശരിക്കും വരുന്നത് അല്ലേ, ഇങ്ങനെയാണ് ശരിക്കും ആ ഒരു ഷേപ്പ് വരുന്നത്, ഇങ്ങോട്ട് ചെരിവ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ആംഗിളാണ് ശരിക്കും സൈഡ് റിലീഫ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, സൈഡ് റിലീഫ് ആംഗിൾ പോലെ തന്നെ ഇവിടെ നമുക്ക് എൻഡ് റിലീഫ് ആംഗിളും വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് എൻഡ് റിലീഫ് ആംഗിൾ എങ്ങനെ വന്നുള്ളത് വെച്ചാൽ അത് നമുക്ക് ഇവിടെ ജസ്റ്റ് കാണാം. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഈ എഡ്ജിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ താഴോട്ട് വരച്ചിട്ട് ആ ലൈനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എൻഡിൽ വരുന്ന ഈ ഒരു എഡ്ജിൻ്റെ ചെരിവും തമ്മിലുള്ള ആംഗിളാണ് ഇവിടെ എൻഡ് റിലീഫ് ആംഗിളായിട്ട് കാണിച്ചുള്ളത്. ഓക്കെ, ഇവിടെ മനസ്സിലായാലും നമുക്ക് വേണമെങ്കിൽ ഇവിടേക്ക് തന്നെ നോക്കാം. എൻഡ് റിലീഫ് ആംഗിൾ ഉണ്ടോ, എൻഡ് റിലീഫ് ആംഗിൾ. നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു നമ്മുടെ നോസിൻ്റെ അവിടെ നിന്നുള്ള ഒരു പെർപെൻഡിക്കുലർ ലൈനും നമ്മുടെ ഈ ഒരു സർഫസിൻ്റെ ചെരിവും തമ്മിലുള്ള ഈ ആംഗിളാണ് എൻഡ് റിലീഫ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ എൻഡ് റിലീഫ് ആംഗിൾ. ഇപ്പോൾ നമ്മൾ ഏകദേശം നോക്കാം ഏതൊക്കെയാണ് പഠിച്ചത് നോക്കാം. നമ്മൾ ആദ്യം പഠിച്ച് ബാക്ക് റേക്ക് ആംഗിൾ 1 സൈഡ് റേക്ക് ആംഗിൾ 2, പിന്നെ എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ 3, സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ 4, പിന്നെ സൈഡ് റിലീഫ് ആംഗിൾ 5, എൻഡ് റിലീഫ് ആംഗിൾ 6. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട 6 ആംഗിളിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. പിന്നെ നമ്മൾ ആദ്യം പഠിച്ചിരിക്കുന്ന പാർട്സുകൾ ഏതൊക്കെയാണ്, ഫേസ്, പിന്നെ ഇവിടെ ബേസ്, ഫ്ലാങ്ക്, നോസ് റേഡിയസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ വരുന്ന ആംഗിൾസാണ് ഒന്ന് ബാക്ക് റേക്ക് ആംഗിൾ, സൈഡ് റേക്ക് ആംഗിൾ, എൻഡ് റിലീഫ് ആംഗിൾ, സൈഡ് റിലീഫ് ആംഗിൾ. ഓക്കെ, പിന്നെ എൻഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ, സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിൾ, പിന്നെ നോസ് റേഡിയസ്. അങ്ങനെ മൊത്തം
ഒരു ടൂളിൻ്റെ സിഗ്നേച്ചർ, സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂളിൻ്റെ സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 7 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, 7 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും മാർക്ക് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ ഒരു അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു എൻഡ് ക്ലിയറൻസ് ആംഗിൾ കാണുന്നുണ്ടായിരിക്കും, വേണമെങ്കിൽ അതും കൂടി മാർക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ മൊത്തം ചെരിവും താഴേക്ക് വരുന്ന ചെരിവും നേരത്തെ പറഞ്ഞ പെർപെൻഡിക്കുലർ ലൈൻ തമ്മിലുള്ള ആംഗിളാണ് എൻഡ് ക്ലിയറൻസ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, ഇവിടെ ഒരു മാർക്കിൻ്റെ സ്പ്ലിറ്റപ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് സാധാരണ ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടായിരിക്കാതെ ഡ്രോ ദ ടൂൾ നോമൻക്ലേച്ചർ ഓഫ് എ സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂൾ. ഓക്കെ, ഒരു സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂളിൻ്റെ നോമൻക്ലേച്ചർ വരയ്ക്കാൻ പറഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഫിഗറാണ് വരയ്ക്കേണ്ടത് കേട്ടോ. ഇതും വരയ്ക്കണം, ഇതും വരയ്ക്കണം, ഇതും വരയ്ക്കണം. ഇതിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും അല്ലെങ്കിൽ എല്ലാ ആംഗിൾസും അടയാളപ്പെടുത്തുക. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഈ 7 കാര്യങ്ങൾ അടയാളപ്പെടുത്താതിരിക്കാൻ പാടില്ല. അതുപോലെ ഫേസും ഫ്ലാങ്കും ബേസും കൂടി അടയാളപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ മൊത്തം എന്ത് ചെയ്യാം, 7 കാര്യങ്ങൾ നമുക്ക് അടയാളപ്പെടുത്തി വരച്ച് കഴിഞ്ഞാൽ നമുക്ക് 7 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് മാത്രം പഠിച്ചു വെക്കുക. അല്ലാണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ കാണാപ്പാടം പഠിച്ച് വെച്ചാൽ ഒരു കാര്യം ഉണ്ടായിരിക്കില്ല. ആ റൈറ്റ് ആംഗിളൊക്കെ നമ്മൾ ഫേസും ആ ഒരു ബേസിൻ്റെ പാരലൽ ലൈൻ തമ്മിലുള്ള ആംഗിളാണ് റൈറ്റ് ആംഗിൾ. അങ്ങനെ ആ രീതിയിൽ മനസ്സിലാക്കി വെച്ചാൽ ഓർത്ത് വെക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ടൂൾ നോമൻക്ലേച്ചറിൽ വരുന്ന 6 ആംഗിൾസിനെ കുറിച്ചും നോസ് റേഡിയസിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ച് ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, കമൻ്റായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്ന് ഓർമ്മിക്കാനും പഠിച്ച കാര്യങ്ങൾ കുറച്ച് മനസ്സിലേക്ക് ആയി അല്ലെങ്കിൽ മനസ്സിലേക്ക് കുറച്ചൊക്കെ ഡിഫോൾട്ടായി സെറ്റ് ചെയ്യാനുള്ള കാര്യം നമുക്കൊന്ന് ഉറപ്പിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ അത് വരയ്ക്കുന്ന സമയത്ത് വേണമെങ്കിൽ ശ്രദ്ധിക്കാം, വേണമെങ്കിൽ വരയ്ക്കാനുള്ള എളുപ്പവഴിയല്ല, ജസ്റ്റ് ഓർത്തൊക്കെ വേണ്ടി പറയാം, കുറച്ച് ഐഡിയാസ് പറയാം. അതായത് നമുക്ക് ആദ്യം ഈ ഒരു ഭാഗം വരയ്ക്കാൻ നോക്കാം. ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, നമ്മുടെ ഷാങ്കിൻ്റെ ഭാഗം, ടൂളിൻ്റെ ഷാങ്കിൻ്റെ ഭാഗം. പിന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു എഡ്ജ് വരയ്ക്കുക. അതുപോലെ ഈ ഒരു എഡ്ജ് വരയ്ക്കണം, ഈ ഒരു എഡ്ജ് ഒപ്പം വരയ്ക്കുക. ശേഷം ഈ എഡ്ജ് നമ്മൾ ചെരിച്ചങ്ങ് വരയ്ക്കുക. ഓക്കെ, ശേഷം ഈ എഡ്ജ് നമ്മൾ കുറച്ച് ഇരിക്കണം, എന്നാലേ നമുക്ക് ആംഗിൾസ് കാണിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് ഇങ്ങനെ ഒരു ബോക്സും ഒരു ലൈനും വരച്ചിട്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കും പ്ലാൻ വ്യൂ കംപ്ലീറ്റ് ആയി. അല്ലേ, പിന്നെ എന്ത് ചെയ്താൽ മതി, പറഞ്ഞ പോലെ ഇങ്ങനെ വരച്ചു, ഒരു ലൈനും കൊണ്ട് നീട്ടി വരച്ചു, ഇത് ചെരിച്ച് നോസ് റേഡിയസും കാണിച്ച് ഈ ലൈനും ചെരിച്ചു, ഈ ലൈനും ചെരിക്കണം, ഈ ലൈനും ചെരിക്കണം, ഇടയ്ക്കൊരു കർവ് ഷേപ്പും വേണം. ഓക്കെ, നമുക്കെന്ത് ചെയ്യാം, അവിടെ വേണമെങ്കിൽ ആംഗിൾസ് മാർക്ക് ചെയ്യാൻ പറ്റും. അല്ലേ, ഏതൊക്കെയാണ്, ഒരു ആംഗിൾ നമുക്ക് ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ കാണിച്ചാൽ ഒരു ആംഗിളായി, നമ്മുടെ സൈഡ് കട്ടിങ് അടിച്ച ആംഗിളായി. പിന്നെ ഈ ലൈനും ഈ പെർപെൻഡിക്കുലർ ലൈനും തമ്മിലുള്ള ആംഗിൾ നമുക്ക് നമ്മുടെ എൻഡ് കട്ടിങ് അടിച്ച ആംഗിളായി. പിന്നെ നമുക്കിവിടെ നോസ് കാണിക്കാം, പിന്നെ ഇവിടെ നമുക്ക് ഫേസ് കാണിക്കാം, ഇത് നമ്മുടെ ഷാങ്കും കാണിക്കാം. അത്രയും നമ്മുടെ ആ ഒരു ഫിഗർ കംപ്ലീറ്റ് ആയി. ഓക്കെ, പിന്നെ താഴെ വരുന്ന നമ്മുടെ ഈ ഒരു ഫിഗർ വളരെ എളുപ്പമാണ് വരയ്ക്കാനായിട്ട്. താഴെ ആദ്യം ഒരൊറ്റ നീട്ടൊരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ഒരു സ്ട്രൈറ്റ് ലൈൻ അങ്ങോട്ട് വരയ്ക്കാം, താഴെ ഒരു സ്ട്രൈറ്റ് ലൈൻ അങ്ങോട്ട് വരയ്ക്കുക. ശേഷം ഈ ഒരു എഡ്ജ് നമ്മൾ ഒരു അത്ര നീറ്റായിട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ലൈൻ വരച്ചാലും കുഴപ്പമില്ല. ഈ ലൈൻ ഇങ്ങോട്ട് നീട്ടി വരച്ചതിന് ശേഷം നമ്മൾ ഈ ലൈൻ ഇങ്ങനെ ചെരിച്ച് വരച്ചിട്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ, ഒരു കത്തീൻ്റെ ഷേപ്പിലൊക്കെ വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ ആംഗിൾസ് മാർക്ക് ചെയ്യാം. ഒരു ആംഗിൾ ഇങ്ങനെ മാർക്ക് ചെയ്യാം, പെർപെൻഡിക്കുലർ ലൈനും ഈ ആംഗിൾ മാർക്ക് ചെയ്യാം. പറയാൻ പറ്റുന്ന ആംഗിൾ ഏതാണ്, അത് എൻഡ് ക്ലിയറൻസ് ആംഗിളാണ്. ഓക്കെ, അതുപോലെ നമുക്ക് ബാക്ക് റൈറ്റ് ആംഗിൾ, ഈ ചെരിവും തമ്മിലുള്ള ആംഗിൾ, അത് നമ്മുടെ ബാക്ക് റൈറ്റ് ആംഗിൾ. പിന്നെ നേരത്തെ നമ്മളോട് മാർക്ക് ചെയ്യുന്നതായിരിക്കും, ഇത് സെയിം ഷാങ്ക് തന്നെയാണ്. അപ്പോൾ അതായത് പിന്നെ ബേസും കാണിക്കാം, ഇവിടെ ബേസും കാണിക്കാം. ശരിക്കും അതിൽ അത്രയും കാണിച്ചാൽ മതി. അതുപോലെ നമുക്ക് നമ്മൾ എൻഡ് റിലീഫ് ആംഗിൾ ഇവിടെ കാണിക്കാം, എൻഡ് റിലീഫ് ആംഗിൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു വ്യൂ കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് ഈ ഫിഗർ മാത്രമേ വരുന്നുള്ളൂ, ഒന്നുമില്ല. ഇങ്ങനെ വരയ്ക്കുക, ഈ ലൈൻ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക. ഈ ലൈൻ ഇത്തിരി നീട്ടി വരയ്ക്കാൻ ശ്രദ്ധിക്കണം. ചെറിയ ചെരിവും കൊടുക്കണം, ഈ ലൈനും ചെരിച്ച് വരയ്ക്കാം. ഇനി ചെയ്യേണ്ട കാര്യം, ഈ ലൈനും ഈ പെർപെൻഡിക്കുലർ ലൈനും തമ്മിലുള്ള ആംഗിൾ മാർക്ക് ചെയ്യുക. നമുക്ക് അറിയേണ്ട പേരെന്താണ്, അത് സൈഡ് റിലീഫ് ആംഗിളാണ്. പിന്നെ ഈ ലൈനും ഈ ബേസിന് പാരലൽ ലൈൻ തമ്മിലുള്ള ആംഗിൾ നമുക്കറിയാം, സൈഡ് റൈറ്റ് ആംഗിളാണ്.
ഓക്കെ, അത് മാർക്ക് ചെയ്താൽ അത്രയും ഭാഗം റെഡിയായി. അപ്പോൾ നമ്മുടെ 3 ഫിഗറും കംപ്ലീറ്റ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ പഠിച്ചു വെച്ചാൽ നമുക്ക് എളുപ്പമായിരിക്കും. നേരത്തെ ഞാൻ പറയാൻ വിട്ട് പോയ ഒരു ആംഗിളായിരുന്നു ലിപ്പ് ആംഗിൾ. ഇപ്പോൾ സിംഗിൾ പോയിൻ്റ് കട്ടിനുള്ള ലിപ്പ് ആംഗിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഇവിടുത്തെ ഫേസും അല്ലെ മേലത്തെ ഫേസും പിന്നെ ഫ്രണ്ടിൽ വരുന്നതിന് നമ്മൾ ഫേസ് എന്ന് വിളിക്കാറുണ്ട്. ഈ ഒരു സർഫസിനെ നമ്മൾ ഫേസ് എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഈ സർഫസിനെ നമ്മൾ ഫേസ് എന്ന് പറയാറുണ്ട്. ആ ഫേസും തമ്മിലുള്ള ഈ ഒരു ആംഗിളാണ് നമ്മുടെ ലിപ്പ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, സിംഗിൾ പോയിൻ്റ് കട്ടിൻ്റെ ലിപ്പ് ആംഗിൾ. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ മാർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, അതും കൂടി ഒന്ന് മാർക്ക് ചെയ്താൽ ഓർമ്മ ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ ടൂൾ നോമൻക്ലേച്ചർ, സിംഗിൾ പോയിൻ്റ് കട്ടിങ് ടൂളിൻ്റെ ടൂൾ നോമൻക്ലേച്ചറിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമുക്കിനി ബാക്കി വരുന്ന കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.